നമസ്കാരം. മഹാശിവരാത്രി ദിവസം 5 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ആദ്യത്തെ വിഷയം, ഇന്ന് നാം എല്ലാവരും രാത്രി വളരെ വൈകി ഉറങ്ങി രാവിലെ 10 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ പല റീസണുകൾ ഉണ്ടാവും. മഹാശിവരാത്രി ദിവസമെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു വിഷയം. രാവിലെ ഉറങ്ങരുത് എന്നുള്ളതാണ് ഏവർക്കും അറിയാം. കാരണം അന്ന് രാവിലെ ഒരു 5 മണി, 4:30, 5 മണി, 5:30 എഴുന്നേറ്റ് അവരവരുടെ വ്രതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലേ ദിവസം നേരത്തെ കടക്കേണ്ടി വരും. അത് തലേ ദിവസം രാത്രി പോയി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടല്ലോ, ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യണമല്ലോ, ഇന്ന വർക്ക് ചെയ്യണമല്ലോ എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ വരും. ഇതിപ്പോൾ നേരത്തെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം. ഒരു ബർത്ത്ഡേ പ്ലാനിംഗ് ഒക്കെ വളരെ കാലം മുമ്പ് തന്നെ നാം പ്ലാൻ ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളും, ഒരു കല്യാണമായാലും എന്താഘോഷമായാലും ഓണത്തിന് ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ നമുക്ക് വളരെ നേരത്തെ പ്ലാൻ ചെയ്യുന്ന നമ്മൾ മഹാശിവരാത്രി ദിവസം, ആ ഒരു ദിവസം, കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആ പുണ്യ ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. ആയതിനാൽ തലേ ദിവസം നേരത്തെ ഉറങ്ങി രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ആദ്യത്തെ വിഷയം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ രാവിലെ സൂര്യ ഉദയത്തിന് ശേഷം ഉറങ്ങരുത് എന്നുള്ള ഒരു വിഷയം. രണ്ടാമത്തേത്, വളരെ വളരെ നാം ഏവരും ശീലിക്കേണ്ട ഒരു വിഷയമാണ്, അധികം സംസാരിക്കരുത് എന്നുള്ളതാണ്. നാം ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഒരുപാട് സംസാരിച്ച് ആ വാക്കിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വാക്കുകൾ കുറഞ്ഞ് നാം അന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുവാനുള്ള ഒരു തോന്നൽ ഉണ്ടാകണം. ആയതിനാൽ അല്പമാത്രമായിട്ട് സംസാരിച്ച്, സാധിക്കുന്നവർക്ക് മൗനമായിട്ട് തന്നെ വ്രതമിരിക്കാവുന്നതാണ്. ജപമെല്ലാം തന്നെ മനസ്സിൽ ചെയ്യുവാൻ സാധിക്കും. ഉടനെ ഒരു ചോദ്യം വന്നേക്കാം, സഹസ്രനാമം ജപിക്കണ്ടേ, അത് ചെയ്യണ്ടേ? ഇത് തീർച്ചയായിട്ടും അതിനെല്ലാം തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി അത് ഉപാംശു എന്ന് പറയും, പതുക്കെ ജപിക്കാവുന്നതാണ്. ഉച്ചത്തിൽ ചൊല്ലേണ്ട വേദമന്ത്രങ്ങൾ തീർച്ചയായിട്ടും അതിനെല്ലാം തന്നെ എക്സംഷനുണ്ട്. ഉച്ചൈർഘോഷായ ക്രന്ദയതേ എന്ന് പറയുന്നു. അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലേണ്ട വേദമന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കാം, അതിന് തെറ്റില്ല. ഇവിടെ ഉദ്ദേശിച്ചത് മൗനമായിട്ടിരിക്കുക എന്നുള്ളതാണ്, അല്പം മാത്രമായിട്ട് സംസാരിക്കുക. രണ്ടാമത്തെ വിഷയം അതാണ്, അധികം സംസാരിക്കരുത്. മൂന്നാമത്തെ വിഷയം, നമ്മളിൽ ഏവരിലും ഉള്ള ഒരു നമ്മുടെ ശത്രു ദേഷ്യം എന്നുള്ളതാണ്. അന്നേ ദിവസം നാം ഓർത്തിരിക്കാം, ഒരു തരത്തിലും എന്തു പ്രകോപനം ഉണ്ടായാലും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ്. ആരിടത്തും ദേഷ്യപ്പെടരുത്. നാം കാണുന്ന ഓരോരുത്തരെയും ഓരോ ആത്മാക്കളായിട്ട് നമുക്ക് നോക്കാം. ഒരു ആത്മാവാണ്, ഒരു ജീവാത്മാവാണ്, അങ്ങനെ നമുക്ക് വീക്ഷിക്കാം. കാരണം ഈ ജീവിത ശൈലി എന്നുള്ളത് വീക്ഷണം തന്നെയാണ്, നമ്മുടെ പെർസെപ്ഷൻ തന്നെയാണ്. ലോക്യതേ അനുഭൂയതേ ലോകഃ, നാം എങ്ങനെ കാണുന്നോ അത് തന്നെയാണ് നമ്മുടെ ലോകം. അങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാം. കാരണം നമ്മൾ ദേഷ്യപ്പെടുന്നു, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു, വീണ്ടും ദേഷ്യപ്പെടുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള കാര്യമില്ല. ജനനം മുതൽ മരണം വരെ നാം എന്തൊക്കെ ചെയ്യുന്നു അതിനെയെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം, ഇന്നത്തെ ജീവിതം. അങ്ങനെ അന്നേ ദിവസമെങ്കിലും നാം ദേഷ്യം ആരിടത്തും കാണിക്കാതെ മുന്നോട്ട് പോകാം. ഇത് മൂന്നാമത്തേത്. നാലാമത്തേത്, അന്നേ ദിവസം മാംസാഹാരം കഴിക്കരുത്. ഒരുപാട് അങ്ങനെ കൂടിയിട്ടുണ്ട് മാംസാഹാരം. മഹാശിവരാത്രി ദിവസമെങ്കിലും മാംസാഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. നമ്മുടെ പ്രദേശത്ത് ഗ്രാമത്തിലുള്ള ശിവക്ഷേത്രം, അടുത്തുള്ള ഏത് ശിവക്ഷേത്രമായിക്കോട്ടെ, ഏവരും ക്ഷേത്രത്തിൽ പോകണം. അന്നേ ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത് എന്നുള്ള വിഷയം കൂടി നാം ചേർത്ത് ചിന്തിച്ചാൽ ഈ ഒരു 5 വിഷയം നമ്മൾ ചെയ്യാതിരിക്കരുത്. മഹാശിവരാത്രി ദിവസം ഏവരും നാമജപം ശീലിച്ച് ഈ 5 കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നുള്ള വസ്തുത കൂടി ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം.